ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ ഇനോഗ്രേഷൻ എത്തി കേട്ടോ. ഞങ്ങളെ ഗസ്റ്റായിട്ടാണ് വിളിച്ചത്. നമ്മുടെ ഐശ്വര്യയാണിത്. ഐശ്വര്യ ചിലപ്പം ചിലർക്കൊക്കെ പരിചയം ഉണ്ടാവും, ചിലർക്ക് പരിചയം കാണില്ല. നമ്മുടെ മുൻപത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് നിന്നിരുന്നത് ഐശ്വര്യയുടെ അമ്മയാണ്. അപ്പോൾ അമ്മയുടെ വീഡിയോ ഞാൻ എടുത്തില്ലെന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് അമ്മ വീഡിയോ എടുപ്പിച്ച് അച്ഛനപ്പുറത്ത് മാറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്റ്റേജ്, ഇതാണ് സ്കൂളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്ഥാപനം വരുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. വളരെ നന്നായിട്ട് ഐശ്വര്യയും ഷിനുവും കൂടെ ചേർന്ന് ഈ സ്ഥാപനം എന്താ പറയുക നല്ല രീതിയിൽ വർക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഐശ്വര്യ മാത്രമല്ല, ഐശ്വര്യയ്ക്കൊരു പാർട്ട്ണറുണ്ട്, ഷിനു എന്നാണ് പേര്. അപ്പം അവർ രണ്ടും കൂടെ ചേർന്നാണ് ഈ ഒരു ഷോപ്പ് നടത്തുന്നത്. ഞങ്ങളിതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യമേ ഷോക്കായിപ്പോയി. നമ്മളൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് ഈ കാണുന്നതാണ് ഷിനു എന്ന് പറയുന്നത്. മന്ത്രി വിഷ്ണുനാഥാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കും. മിനിസ്റ്റർ. അപ്പോൾ മിനിസ്റ്റർ വന്നതിന് ശേഷം കൊളുത്തൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ പെട്ടെന്ന് ബാക്കിലായിപ്പോയി. അപ്പോൾ ഞങ്ങളെ 3 പേരെയും ഉള്ളിലേക്ക് വിളിക്കുകയാണ്. അബിയും ഡോറയും ഉള്ളിലേക്ക് പതിയെ പതിയെ കയറിപ്പോയി. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തെടുത്ത് നിന്നപ്പോൾ ഞാനങ്ങ് ബാക്കിലായി. പിന്നെ എന്നെ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ വിളക്കത്തിക്കൽ ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് അല്ലേ. ഞങ്ങൾക്കാണെങ്കിൽ വീഡിയോ എടുത്തു തരാൻ ആരുമില്ലായിരുന്നു. ഇതിപ്പോൾ ഷിനുവും ഐശ്വര്യയും കൂടി കത്തിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. മന്ത്രിക്കൊപ്പം നിന്നാണ് ഞങ്ങളെ കത്തിച്ചത്. അതായത് മന്ത്രി കത്തിക്കുന്ന സമയത്ത് ഞങ്ങളെ മന്ത്രിക്ക് കൂടെ നിർത്തിയാണ് കത്തിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ലായിരുന്നു. ഞാനും ഡോറയും കൂടി ചേർന്ന് മന്ത്രിക്കൊപ്പം നിന്ന് വിളക്കത്തിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത്രയും വലിയ ഒരാളുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇത്രയും ആൾക്കാർക്കിടയിൽ നമുക്കൊരു പരിഗണന കിട്ടി എന്നുള്ളതൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കത് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നൊരു കാര്യമാണ്. ആരെന്ത് പറഞ്ഞാലും അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനൊരു സ്റ്റേജ് പങ്കിടാനോ ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് ലഭിക്കാനോ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന്. പിന്നെ ഇത്രയും വലിയൊരു മിനിസ്റ്റർ നമ്മുടെ കേരളത്തിൽ ടൂറിസം വകുപ്പ് അലങ്കരിക്കുന്ന ഈ ഒരു മിനിസ്റ്ററെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. മന്ത്രിക്കൊപ്പം നമുക്ക് നിൽക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും പേരുടെ മുൻപിൽ നമുക്കും തലനിവർത്തി നിൽക്കാൻ സാധിച്ചു. അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. മന്ത്രിക്ക് പോകാൻ ധൃതിയുണ്ട്, ഇനി ട്രാൻഡ്രത്തേക്ക് പോകുമ്പോഴത്തെ ഇത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് മാറുമായിരുന്നു. പിന്നെ കേക്ക് മുറിച്ച് ഐശ്വര്യയുടെ മോനാണ് ആദ്യം കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പീസ് മന്ത്രി എടുത്ത് കഴിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു കേട്ടോ. All the best. Thank you. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, എനിക്കറിയത്തില്ല. കൂടുതൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂടാതെ ഈ സ്ഥാപനം നല്ല രീതിയിൽ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നല്ല വെയിലാണെന്നറിയാം. ഇങ്ങനെയൊരു പ്രോഗ്രാമിനെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ആദ്യം എന്നെ വിളിച്ചത് ആതിര വഴി ഞാൻ ചേച്ചിമാരായിട്ട് പരിചയപ്പെട്ടു. സെൽസ്റ്റിയുടെ ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെ പുതിയ സ്ഥാപനങ്ങൾക്ക് മുമ്പോട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തുന്നു. നന്ദി. എല്ലാം കഴിഞ്ഞതിന് ശേഷം അബിയുടെ ആണെങ്കിൽ ഒരു ചെറിയ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അബിയുടെ മാത്രമല്ല, സ്റ്റേജ് സത്യം പറഞ്ഞാൽ തകർത്തു എല്ലാവരും കൂടെ. നമ്മുടെ ഡോറ ഉണ്ടായിരുന്നു, ഷിനു ഉണ്ടായിരുന്നു, പിന്നെ ഷിനുവിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നന്നായിട്ട് നമുക്ക് അബിയുടെ ഡാൻസ് എല്ലാവർക്കും അറിയാം, നല്ല അടിപൊളിയായിട്ട് കളിക്കും അബി. അപ്പോൾ അബിയുടെ ഡാൻസ് കണ്ട് എല്ലാവരും എന്താ പറയുക എൻജോയ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു. വെയിലിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. പൊളിച്ചടുക്കി എന്ന് പറയാം. അമ്മാതിരി ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു അവിടെ സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇനോഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട്
എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇവിടുന്ന് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഡോറയോട് ഇങ്ങനെ പറയുമായിരുന്നു, ഡി ഒരുപാട് പേര് കാണും, എങ്ങനെ ആയിരിക്കും നമ്മൾ അവരുടെ മുമ്പിൽ നിന്നിട്ട് എങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ പറയുന്നത് സംസാരിക്കുക, അല്ലെങ്കിൽ എന്താണ് എനിക്ക് മൈക്ക് തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട. എന്നിട്ടും എന്നെക്കൊണ്ട് അവർ കുറേ സംസാരിച്ചു. കുറേ എന്ന് വെച്ചാൽ രണ്ട് വാക്ക് അവരുടെ സ്ഥാപനത്തെക്കുറിച്ചും അവരെക്കുറിച്ചും എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. സാധാരണ എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്താ പറയുക, സ്റ്റേജിലോട്ട് നോക്കി ഒരിക്കലും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ അന്ന് എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, എനിക്ക് അന്ന് ഇത്തിരി സംസാരിക്കാൻ പറ്റി. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് രണ്ട് വാക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റി. അതും ഞാനാണെങ്കിൽ ഗസ്റ്റായിട്ട് പങ്കെടുക്കുന്നൊരു പരിപാടിയിൽ എനിക്കൊരുപാട് സന്തോഷം തോന്നി. ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. പിന്നെ ഒരുപാട് പേര് തളർത്താൻ നോക്കിയിട്ടുണ്ട് നമ്മളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്കിപ്പം ഈ പ്രോഗ്രാമിന് പോയതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാം. നമ്മളെ ആരെയൊക്കെ തളർത്താൻ നോക്കിയാലും ശരി തന്നെ, എന്നേന്നല്ല ഡോറയെന്നല്ല, ഈ ഭൂമിയിലുള്ള ആരെയൊക്കെ തളർത്താൻ നോക്കിയാലും ശരി തന്നെ, ദൈവം എന്ന് പറയുന്ന ഒരാൾ നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്നു വരും. എന്നെ ഇതിനിടയ്ക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയൊക്കെ വിളിച്ചു കേട്ടോ. പക്ഷേ നിങ്ങൾക്കറിയാലോ, ഞാൻ കളിക്കുന്ന ഡാൻസ് എന്ന് വെച്ചാൽ കോമഡി ഡാൻസ് ആയിരിക്കും. എനിക്ക് ഇങ്ങനെ പെർഫെക്റ്റായിട്ടൊന്നും ഡാൻസ് കളിക്കാൻ എനിക്കറിയില്ല. ഇപ്പോൾ ഈ കുറച്ച് വണ്ണമൊക്കെ വെച്ച് ഒരുപാട് നേരത്തെ ഓട്ടം ചാട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ശരീരം അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റില്ല. പണ്ട് ഞാനാണെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു, കഥക്ക് കളിക്കുമായിരുന്നു, കഥക്ക് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം ഉള്ളൊരിതെന്ന് വെച്ചാൽ എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തലകറക്കം വരും. അങ്ങനെ കുറേ പ്രോബ്ലങ്ങളുണ്ട്. ഞാനങ്ങനെ അധികം ഡാൻസൊന്നും കളിക്കാറില്ല. പിന്നെ നല്ല രീതിയിൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും നന്നായി സന്തോഷിച്ചു. കാരണം അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരെ, ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി. വന്നപ്പോൾ വഴിയിൽ 3 പേര് കാത്തിപ്പോണ്ടായിരുന്നു. സാവിത്രിയമ്മ ഇപ്പോൾ അകത്തോട്ട് കയറി കേട്ടോ. സാവിത്രിയമ്മ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഗബ്രൂസിനെയാണ് സാവിത്രിയമ്മ ഏൽപ്പിച്ചിട്ടാണ് പോയി ഒക്കായി അഴക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടന്നു, എല്ലാം സന്തോഷത്തോടെ നടന്നു. ഒരുപാട് പേരെ കണ്ടു, സംസാരിച്ചു, ഒരുപാട് പേര് ഫോട്ടോ എടുത്തു, ഒരുപാട് പേരുടെ സ്നേഹം ജയ ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റി. നമുക്ക് അറിയാത്തവർ എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ട് അവർക്ക് പലർക്കും നമ്മളെ പരിചയമുണ്ട്, പക്ഷെ നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അതിന് ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി ഹാപ്പിയായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വന്നിരിക്കും. ബൈ ബൈ കൊടുക്കുക ബ്രോ. ബൈ.